നമസ്കാരം. സെൻട്രൽ ഗസയിലെ സ്കൂളിന് നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തങ്ങളുടെ ജീവനക്കാർ കൊല്ലപ്പെട്ടതായി തന്നെ UN ഏജൻസിയായ UNRW റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബാക്രമണത്തിൽ 18 പേർ കൊല്ലപ്പെട്ടതായിരുന്നു. UN ഏജൻസിയിലെ 6 ഉദ്യോഗസ്ഥരും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത്. നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പുകളിലൊന്നായ അൽ ജൗനി സ്കൂളിന് നേരെ ബുധനാഴ്ചയാണ് ആക്രമണം നടന്നത്. UN ഏജൻസിയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ഒരുക്കിയ ദുരിതാശ്വാസ ക്യാമ്പിൽ 12,000 ഫലസ്തീനുകളാണ് ഉള്ളത്. അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. അഭയാർത്ഥി ക്യാമ്പിലേക്ക് 2 തവണയാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത്. കഴിഞ്ഞ 11 മാസത്തിനിടെ ഇത് 5ാം തവണയാണ് സ്കൂൾ ആക്രമിക്കപ്പെടുന്നതും. ജനങ്ങൾക്ക് അപകടമില്ലാത്ത വിധമാണ് ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു. UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുറ്ററസ് ഇസ്രായേൽ ആക്രമണത്തെ അപലപിച്ചു. ഗസയിൽ നടക്കുന്നത് തീർത്തും അസ്വീകാര്യമാണ്. അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളുടെ ഈ ലംഘനങ്ങൾ ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കപ്പെടേണ്ടതുണ്ട്. ഗുട്ടറസ് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. UN-ലെ ഇസ്രായേൽ അംബാസിഡർ ഡാനി ഡാനോർ ഗുട്ടറസിന്റെ വിമർശനത്തിനെതിരെ രംഗത്തു വന്നു. UN ഇസ്രായേലിനെ അപലപിക്കുന്നത് തുടരുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യ കവചമായി തന്നെ ഉപയോഗിക്കുന്നതായും തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു. ആളുകൾ ഭക്ഷണത്തിനായി കാത്തിരിക്കുന്ന സമയത്താണ് സ്കൂളിന് നേരെ ബോംബാക്രമണം സംഭവിച്ചത്. മാതാപിതാക്കൾ കുട്ടികളെ തിരയുന്നതും കുട്ടികൾ മാതാപിതാക്കളെ തിരയുന്നതും നോവുള്ള കാഴ്ചയായി മാറുകയാണ് ഇവിടെ. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളും ചിത്രങ്ങളും എല്ലാം എല്ലാവരുടെയും നോവായി മാറുന്നു. സ്ത്രീകളെയും കുട്ടികളെയുമാണ് ബോംബാക്രമണം കൂടുതൽ തകർത്തത്. ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു ഫലസ്തീൻ സ്ത്രീ തന്റെ 6 മക്കളെയും നഷ്ടപ്പെട്ടതായി തന്നെ പറഞ്ഞു. ബോംബാക്രമണം നടത്തിയ ഒരു സ്കൂളിന്റെ ഭാഗത്ത് സ്ത്രീകളും കുട്ടികളും മാത്രമായിരുന്നു താമസിച്ചിരുന്നത്. പെട്ടെന്നൊരു വലിയ സ്ഫോടനമുണ്ടായി. ഞങ്ങൾ ഓടിയെത്തുമ്പോൾ കണ്ടത് സ്ത്രീകളും കുട്ടികളും ചിന്നിച്ചിതറി കിടക്കുന്നതാണ്. ഇങ്ങനെയാണ് കണ്ടതെന്നൊരു ദൃക്സാക്ഷി തന്നെ പറഞ്ഞു. ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഒറ്റ ആക്രമണത്തിൽ തന്നെ തങ്ങളുടെ ഏറ്റവും കൂടുതൽ ജീവനക്കാർ മരിച്ച സംഭവമാണിതെന്ന് UNRWA പറഞ്ഞു. ജൂലൈയിൽ സ്കൂളിലെ നിരവധി കെട്ടിടങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 16 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇസ്രായേലും UK അടക്കമുള്ള രാജ്യങ്ങൾ സൈനിക ആവശ്യങ്ങൾക്കായി തന്നെ സ്കൂളുകളെ ഉപയോഗിക്കുന്നത് എതിർത്തു. ഇവരെതിർത്ത് രംഗത്ത് വന്നതിന് പിന്നാലെ തന്നെ പല ചർച്ചകളും നടക്കുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചത് മുതൽ ഗസയിൽ 41,000-ലധികം ആളുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്. ഗസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഹമാസുമായി അനൗപചാരിക ചർച്ച ആരംഭിച്ചു. പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്നും യുദ്ധാനന്തര ഗസയുടെ ഭാവി തീരുമാനിക്കുക ഫലസ്തീനികൾ മാത്രമായിരിക്കുമെന്നും ഹമാസ് അറിയിച്ചു. ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതാക്കൾ ദീർഘനേരം ചർച്ച നടത്തിയത്. ഖത്തർ പ്രധാനമന്ത്രിയും വിദേശകാര്യ മന്ത്രിയുമായി മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ ബിൻ ജാസിം അൽഥാനി, ഈജിപ്ത് ഇന്റലിജൻസ് മേധാവിയായ അബ്ബാസ് ഖേമൽ എന്നിവരാണ് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായി ചർച്ച നടത്തിയത്. നെതന്യാഹുവിന്റെ കണ്ടുപിടുത്തം കാരണം വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് അനൗപചാരിക ചർച്ചയെന്നാണ് സൂചന.